കാലത്ത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഫ്ലൈറ്റിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ വിശപ്പില്ല. അപ്പോൾ നമുക്ക് നോക്കുക, ആദ്യം സ്ഥലങ്ങൾ കാണുക എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കാം. അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പരിചയപ്പെട്ടാണ് എയർപോർട്ടിൽ. അപ്പോൾ അവനെ ഞാൻ വിക്ടോറിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറക്കി. വിക്ടോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെസൽസിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. ഒരു ക്ലോക്ക് ടവർ, പോസ്റ്റ് ഓഫീസ്, മ്യൂസിയം, ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏരിയകൾ കാണാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടില്ല, ഞാൻ ജസ്റ്റ് അതിലെ പാസ് ചെയ്തു. ഞാനിപ്പോൾ സാൻ സൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടെയിൻ ഏരിയയിലേക്കാണ് ഞാൻ പോകുന്നത്. സംഭവം ഇതൊക്കെ ഞാൻ പല ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ഐറ്റനറികൾ, അതായത് ടൂറിസം നടത്തുന്ന അവിടുത്തെ ആൾക്കാരുടെ ഐറ്റനറിയിൽ നിന്ന് കട്ടെടുത്തതാണ്. അപ്പോൾ സാൻ സൂയിസ് ഞാൻ പിക്ചറൊക്കെ കണ്ടപ്പോൾ അടിപൊളി സ്ഥലമായിട്ട് കണ്ടു. അപ്പോൾ അവിടെ ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ആ മൗണ്ടെയിൻ ഏരിയ, അതായത് ഏകദേശം ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ് അത് വരുന്നത് ഷെസൽസിൻ്റെ. അപ്പോൾ അത് കവർ ചെയ്തിട്ട് നമുക്ക് ഏകദേശം എയർപോർട്ട് സൈഡിലേക്ക് ഈവനിങ്ങോടുകൂടി വന്നു കഴിഞ്ഞാൽ തിരക്കൂടാതെ നമുക്ക് എയർപോർട്ടിലെത്താം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം സാൻ സൂയിസ് എന്ന സ്ഥലത്ത് പോയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാം. ഈ സാൻ സൂയിസ്, എനിക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്നൊന്നും അറിയില്ല കേട്ടോ, തെറ്റടി ക്ഷമിക്കണം. സാൻ സൂയിസ് റോട്ടിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു കുറേ നേരം ഒരു 10-15 കിലോമീറ്ററോളം വന്നു. അടിപൊളി വഴിയാണെന്നല്ല കണ്ടിട്ടുണ്ടാവും. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ലൻ വഴി. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ ഒരു ഹെറിറ്റേജ് സൈറ്റും കണ്ടു വഴിയിൽ, അതൊരു ടി മ്യൂസിയം കണ്ടു. അപ്പോൾ നമുക്ക് ഒരു ലോഡ്ജ് ഉണ്ട് ഇവിടെ, ഒരു ഹെറിറ്റേജ് ലോഡ്ജ് ഉണ്ട്, അതുകൂടി പോയി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ടി മ്യൂസിയം കണ്ടിട്ട്, അപ്പോൾ ഇവിടെ കിട്ടില്ലൻ വ്യൂ ആണ്. കിട്ടില്ലൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കണ്ട കടലാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ക്യാമറയിൽ എന്നെ മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ, പുറമെ ഫോക്കസ് ചെയ്യത്തില്ല. ഞാനൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ടി മ്യൂസിയത്തിനുള്ളിൽ കയറാം. ഒരു ടീ ഫാക്ടറി ടൂർ തന്നെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ കാണണ്ടേ, ടീ ഫാക്ടറി ടൂർ. അപ്പോൾ ഈ ടീ ഫാക്ടറിയുടെ ഉള്ളിൽ നമുക്കൊന്ന് കയറിയിട്ട്, സംഭവം നമ്മൾ മൂന്നാറൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ എങ്ങനെയാണ് വല്ല ഡിഫറൻറ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ നാട്ടിൽ അധികം ഈ ഡിപ്പി, അതായത് ഈ ലിപ്റ്റൻ്റെയൊക്കെ യു എയിലൊക്കെ ഉണ്ട് കൂടുതലായിട്ട് നമ്മൾ ഈ ലിപ്റ്റൺ ചായ ഉപയോഗിക്കും. നമ്മുടെ നാട്ടിൽ ടീ ഫാക്ടറിയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ടീ ഓർഡർ മേക്ക് ചെയ്യുന്നത് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ ഞാനിവിടെ ഈ ഡിപ്പി, അതായത് ലിപ്റ്റൻ്റെ ചായ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വേറൊരു പേരാണ്, ലിപ്റ്റണല്ല, വേറൊരു കമ്പനി.
അങ്ങനെ ടീ ഫാക്ടറിയുടെ കാഴ്ചകളൊക്കെ കണ്ടു. ഒരു കുഞ്ഞ് ടീ ഫാക്ടറി കേട്ടോ. സാധാരണ ടീ ഫാക്ടറിയിലൊക്കെ പോകുമ്പോൾ ഒരു കോംപ്ലിമെൻ്ററി കോഫിക്ക് ഞാൻ പ്രതീക്ഷിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ സാധാരണ ഇവിടെ പോയാലും ഒരു കോംപ്ലിമെൻ്ററി കോഫി കിട്ടും, അല്ലെങ്കിൽ ടീ കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇനി ആ ഒരു ഹെറിറ്റേജ് സ്ഥലം കണ്ടു എന്ന് പറഞ്ഞല്ലേ, അവിടേക്ക് പോയി നോക്കാം. പിന്നെ ഒരു ഹെറിറ്റേജ് ലോഡ്ജും ഈ പരിസരത്തുണ്ട്. അതൊരു അടിപൊളി ലൊക്കേഷനാണെന്നാണ് പറയണത്. നമുക്ക് നോക്കാം, കിട്ടുമെന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ധൃതിയിൽ വണ്ടി ശരിക്കും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കിയയുടെ ഒരു വണ്ടിയാണ്, എന്തോ ക്യാപ്റ്റാണോ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഒരു ചെറിയ വണ്ടി യു എയിൽ അവൈലബിൾ ആണ്. ഈ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്, അധികം ഇല്ലെങ്കിലും കണ്ടിട്ടുണ്ട് ഈ വണ്ടി. കുഴപ്പമില്ല, ഓട്ടോമാറ്റിക്കാണ്. ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെയാണ്, പക്ഷേ ഡ്രൈവിംഗ് രീതി വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ റാഷ് ഡ്രൈവിംഗ് അല്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു യൂറോപ്യൻ കൾച്ചറലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡ്രൈവിംഗാണ് ഇവിടെ. ചെറിയ റോഡുകളാണ്, കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഓടിക്കാം, ഡീസൻ്റായിട്ട് വണ്ടി ഓടിക്കാം. എല്ലാവരും അടിപൊളിയായിട്ടാണ് ഈ ഒരു മാനേഴ്സൊക്കെ പോലെയുള്ള ഒരു മാനേഴ്സിലാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. ഓടിക്കാനും സുഖമാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് റെൻ്റ് കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ലൈസൻസും കൊണ്ടും കിട്ടും, അതേപോലെ യു എ ലൈസൻസ് ഉണ്ടായാലും കിട്ടും. അതിപ്പോൾ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ എന്നൊന്നും അവർ നോക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ലൈസൻസ് കാണിക്കാം, നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമുക്കിത് തരികയാണ്. ലൈസൻസും തരും, ക്രെഡിറ്റ് കാർഡും തരും, എല്ലാം തരും. പാസ്പോർട്ടും ഒന്നും നമ്മൾ അവിടെ എന്താ പറയുക സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു അടിപൊളി ഒരു ഫെസിലിറ്റി എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈവനിങ് ഒക്കെയാണ് പോകുന്നത്, അവിടെ ആരും ഇല്ലെങ്കിൽ പുറത്തൊരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി കീ. അതായത് അവർ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ വണ്ടി ശരിക്കും ഉപയോഗിക്കും, നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന അവർ ട്രസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ട്രസ്റ്റ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കാം, നല്ല രീതിയിൽ ഉപയോഗിക്കാം. കറക്റ്റ് അവർ എത്രയാണ് ഫ്യൂല് വണ്ടിയിൽ അടിച്ച് ചെയ്യുന്നത്, അത് അത്രയും ഫ്യൂല് നമ്മൾ തിരിച്ചടിച്ച് കൊടുക്കാം. എനിക്കെടുത്തപ്പോൾ ഏകദേശം ഒരു ഹാഫ് ടാങ്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഹാഫ് ടാങ്ക് ഇട്ടിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പമ്പ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹാഫ് ടാങ്ക് മതി, ഇനഫാണ് എനിക്ക് എന്താ ഇവിടെ കറങ്ങാനായിട്ട്. ഏകദേശം ഒരു 100-120 കിലോമീറ്ററൊക്കെ ഞാൻ മാക്സിമം കറങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ച് ആ ഹെറിറ്റേജ് ലോഡ്ജ് തപ്പി കണ്ടുപിടിക്കാം. ഏതൊരു കൺട്രി ചെന്നാലും എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള മാപ്പുകൾ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. മിക്ക കൺട്രികളിലും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാം. പക്ഷേ ചില കൺട്രികളിൽ, ഇപ്പോൾ ചൈന പോലത്തുള്ള കൺട്രികളിലൊക്കെ മാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാനും പോലും പാടില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കിത് ഒരു മാപ്പ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കുറേ പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഒരു കുറച്ച് ദൂരത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഏതൊക്കെ സാധനങ്ങളൊക്കെ കാണാനുണ്ട് എന്നൊക്കെ ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് നമുക്ക് പതുക്കെ തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോവാം. ഓക്കെ, അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല, ഏകദേശം ഒരു 2-3 ദിവസമൊക്കെ നിന്ന് കാണാനുള്ള സ്ഥലമുണ്ട് ഈ സെഷൽസ്. അപ്പോൾ ഇവിടെ കുറേ ഐലൻഡുകൾ, ഏകദേശം 150ഓളം ഐലൻഡുകളെല്ലാം ഉണ്ട്. ഈ ഐലൻഡുകളിൽ നമുക്ക് ഹോട്ടൽസ് ഉണ്ട്, അവിടെ നമുക്ക് സ്റ്റേ എടുക്കാം. അപ്പോൾ ഹോട്ടൽസ് സ്റ്റേ എടുത്ത് കഴിഞ്ഞാൽ അവർ എയർപോർട്ടിൽ വന്ന് നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും ബോട്ടിൽ. അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് ബോട്ടിൽ പോകാം, ഫെറികൾ അവൈലബിൾ ആണ്. പരാസിൻ, അതുപോലെ 2-3 പേരുകേട്ട ഐലൻഡുകളുണ്ട്. അതേപോലെ ഈ സ്നോക്കറിങ്, അതേപോലെ അണ്ടർ വാട്ടർ ഡൈവിങ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഇവിടെയുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, കാരണം അതിനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. കാരണം വളരെ തുച്ഛമായൊരു രൂപയ്ക്ക്, വളരെ തുച്ഛമായൊരു ചിലവിൽ കണ്ടു തീർക്കുക എന്നുള്ളതാണ് മെയിൻ നമ്മുടെ കൺസേൺ. അതുകൊണ്ട് നമ്മൾ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് സ്ഥലങ്ങൾ കാണാൻ പോവാം, പറ്റുമെങ്കിലും ഒരു ബീച്ചിൽ ഇറങ്ങാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോയി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തപ്പി കണ്ടുപിടിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഈ മാപ്പും കയ്യിലുണ്ട്, പോരാതെ ഓഫ്ലൈൻ മാപ്പും ഉണ്ട്. ഞാൻ സിം എടുത്തിട്ടില്ല, ഒരു 1 ഡേക്ക് വേണ്ടി സിം എടുക്കുന്നതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. ഒരു 40 ഷെസൽസ് റുപ്പി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിം കിട്ടും 1 GB. അതായത് 40 ഷെസൽസ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഷെസൽസ് റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 ഇന്ത്യൻ റുപ്പിയുടെ പവർ വരും. അതായത് ഏകദേശം ഒരു 200-250 രൂപ കൊടുത്ത് ഞാൻ കിട്ടും. പക്ഷേ ഞാൻ തൽക്കാലം അത് എടുത്തില്ല. നമുക്ക് ഓഫ്ലൈൻ മാപ്പ് ഉണ്ടല്ലോ, ഇനഫാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും സമയം കളയാതെ കാണാം. ഇതൊരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. എന്താ പറയുക, ഒരു ഹെയർ പിൻ ബെൻഡും അതുപോലെ ബാക്കിലൊക്കെ നമുക്ക് മലകൾ കാണാം. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ നമ്മൾ തപ്പി നടന്ന സ്ഥലം കിട്ടിയിരിക്കുകയാണ്. അതായത് ഞാൻ കേട്ടിരുന്ന മിഷൻ ലോഡ്ജ് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചിരുന്നത്. അപ്പോൾ ഇതിവിടെ വന്നപ്പോഴാണ് കുറേ പേരുണ്ട് ഇതിന്. മിഷൻ ലോഡ്ജ് എന്നുണ്ട്,
അതുപോലെ വീനസ് ടൗൺ എന്നുണ്ട്, അല്ലെ കാപ്പിക്കം മിഷൻ റൂയിൻസ്, അങ്ങനെ കുറേ പല പേരുകളിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. അതായത് പണ്ട് കാലത്ത് ഏകദേശം ഒരു 1875-1890 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും കാര്യമാണ് നടന്നത്. അന്ന് ബ്രിട്ടീഷുകാരും അവരൊക്കെ ആയിട്ടൊക്കെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ലോഡ്ജും സ്കൂളൊക്കെ ആയിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഒന്ന് കണ്ടു നോക്കാം. ഞാൻ മിഷൻ ലോഡ്ജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വന്നപ്പോൾ ഒരു ലോഡ്ജായിരിക്കും, പഴയ ലോഡ്ജാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വന്നത്. പക്ഷേ ഇത് ഒരു ലോഡ്ജല്ല, ഒരു വീനസ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിൽ ഒരു സ്കൂളുകളും വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഡിസ്ട്രോയ്ഡായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയാണ്. നിറച്ച് ചെളിയാണ് കേട്ടോ നടന്നാൻ. അപ്പോൾ കുറേ സായിപ്പന്മാരും ഞാനും മാത്രം, മലയാളിയായിട്ട് വേറെ ആരും കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ കുറച്ച് സായിപ്പന്മാരും ഞാനായിട്ട് നമുക്ക് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഡിസ്ട്രോയ്ഡായിട്ട് പോയി. എന്താ പറയുക, ഫുള്ള് റോക്സ് കൊണ്ട് കെട്ടിയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. നമ്മൾ മൂന്നാറൊക്കെ കണ്ടിട്ടുള്ള പോലത്തെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷെ നല്ലൊരു ക്ലൈമറ്റും തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു രസമാണ് ഇവിടെ. ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നല്ലൊരു രസമാണ് ഇവിടെ, നല്ല ക്ലൈമറ്റും കിളിനാഥൊക്കെ ആയിട്ട് അടിപൊളി ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഏതായാലും തേടി വന്നത് വേസ്റ്റായില്ല. നമ്മൾ നേരത്തെ ടീ ഫാക്ടറിയിൽ നിന്ന് കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കൺസ്ട്രക്ഷനൊക്കെ, പഴയ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് വ്യൂ പോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള. അതേപോലെ ഒരു വ്യൂവും കൂടി ഉണ്ട് ഇവിടെ. ഒരു വ്യൂവിലേക്ക് നോക്കിയിരിക്കാൻ പറ്റിയൊരു ചെയർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിലിരുന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണുന്നത്. എന്താ പറയുക, നമുക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ മറക്കണ്ട, സാൻസ് റോഡ് ഹെറിറ്റേജ് സൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ മിഷൻ ലോഡ്ജ് എന്ന് സെർച്ച് ചെയ്താലും മതി, ഈ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. തിക്ക് ഫോറസ്റ്റാണ് കേട്ടോ ഇതിന് അകത്തുള്ളത്. ഞാൻ കൂടുതലും എന്താ പറയുക, ചരിത്രങ്ങൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചരിത്രങ്ങളൊന്നും ബൈഹാർട്ട് പഠിച്ച് വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് പറയേണ്ടി വരും. അപ്പോൾ അതിലും ഭേദം ഞാൻ ആ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലം വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതി പോവായിരിക്കും നല്ലത്. കാരണം നമ്മൾ കുറേ പഠിച്ച് ബൈഹാർട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു രസമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ബാക്കിയൊക്കെ നിങ്ങൾ വിക്കിപീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വീനസ് ടൗൺ എന്ന് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ മിഷൻ ലോഡ്ജ് എന്ന് അടിച്ചു നോക്കുക, കംപ്ലീറ്റ് ലിസ്റ്റ് നമ്മൾ ഗൂഗിളിൽ കിട്ടും. അതായത് പണ്ട് കാലത്ത് എസ്കേപ്പ് ഒറ്റക്കാടൊക്കെ പോകുന്ന അത്ര ബുദ്ധിമുട്ടുകളില്ല ഇന്നത്തെ കാലത്ത് യാത്ര ചെയ്യാൻ. എന്തും നമുക്ക് ക്ലിക്കിൽ കിട്ടും ഉത്തരങ്ങൾ. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ കണ്ടു, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. പിന്നെ അടുത്ത് നമ്മുടെ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടോറിയ. അപ്പോൾ വിക്ടോറിയ നല്ല അടുത്തടുത്താണ്. ഞാൻ വിചാരിച്ചത്ര ദൂരമില്ല, ഞാൻ കുറച്ചും കൂടി ദൂരം പ്രതീക്ഷിച്ചായിരുന്നു, കുറച്ചും കൂടി സമയം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അപ്പോൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. വാട്ട്സ് ടൈം നൗ? ടൈം നൗ? ഓക്കെ, താങ്ക് യു. അതായത് നമ്മുടെ സമയം മറ്റുള്ള കൺട്രികളിൽ പോകുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങൾ നമ്മൾ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല ടെൻഷൻ പ്രഷറും കൊണ്ടോ പേടി കൊണ്ടോ നമ്മൾ ടൈം നമുക്ക് മാറ്റാൻ പറ്റില്ല. പഴയ നമ്മുടെ ടൈമിൽ നിൽക്കും. അപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 11 o'clock 12:30. അപ്പോൾ ആ രീതിയിൽ വെച്ച് നമ്മൾ പെട്ടെന്ന് ഓട്ടപ്രദർശനം നടത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് യൂറോപ്പിൽ ഇങ്ങോട്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് സംഭവങ്ങൾ മിസ്സാവുന്നവരാം. അപ്പോൾ ടൈം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പല കൺട്രികളിലും പല ടൈമാണ്. ഇപ്പോൾ ഷെസൽസ് GMT 4 ആണ്. GMT 4 എന്ന് പറയുമ്പോൾ നമ്മുടെ UAE ടൈം, നാട്ടിൽ നിന്ന് 1.5 മണിക്കൂർ ഡിഫറൻസ്. ഇതൊരു ഈ ആഫ്രിക്കൻ റീജിയനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. അതായത് ആഫ്രിക്കൻ കോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ആൾക്കാരും എല്ലാം കാണാനൊക്കെ ഒരു ആഫ്രിക്കൻ ലുക്കാണ്. അവരുടെ ഡ്രസ്സിങ്ങും എല്ലാം ഒരു ആഫ്രിക്കൻ ടീംസിൻ്റെ ഡ്രസ്സിങ് ആണ്. പക്ഷേ ഞാൻ എത്യോപ്യയിൽ പോയതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈലാണ്, മോഡേൺ സ്റ്റൈലാണ്. പക്ഷേ എത്യോപ്യയിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക,
എന്താ പറയുക, പരമ്പരാഗത രീതിയിൽ നമ്മുടെ പസന്ത് ജോർജ് കുളങ്ങരൊക്കെ പറയുന്ന പോലെ പരമ്പരാഗത രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ് കൂടുതലും. എങ്കിലും മോഡേൺ ഉണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇച്ചിരി മോഡേൺ ടൈപ്പാണ്. ഫ്രോക്ക് പോലത്തെയുള്ള ഡ്രസ്സുകളാണ് ലേഡീസ്. ജെൻസൊക്കെ ഒരു നോർമൽ ജീൻസ് നല്ല രീതിയിൽ ആണിപ്പോൾ ഇവിടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കാണുന്നത്. അപ്പം നമുക്കിനി റിട്ടേൺ വിക്ടോറിയയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് ലോട്ട് നോക്കാം. ഇവിടെ ഞാൻ പാർക്കിങ്ങിൻ്റെ കേസും അന്വേഷിച്ചു. പാർക്കിങ്ങിൻ്റെ കേസ് നമുക്ക് വരുന്നത് ഏകദേശം മണിക്കൂർ കണക്കാനാണ്. അത് ടൗൺ ഏരിയകളിൽ മാത്രമേ പാർക്കിംഗ് ഇഷ്യൂസ് ഉള്ളൂ. ഇവിടെയൊന്നും പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ടൗൺ ഏരിയയിൽ നമ്മൾക്ക് മണിക്കൂറിനനുസരിച്ച് പാർക്കിങ്ങിൻ്റെ ചാർജസ് ഉണ്ട്. അത് എത്രയാണെന്ന് അറിയില്ല, 5 റുപ്പി, 10 റുപ്പി, 10 റുപ്പി, 5 റുപ്പി ആ റേഞ്ചിലാണ് പാർക്കിംഗ്. നമ്മളവിടെ പാർക്കിംഗ് ഇട്ട് നമുക്കവിടെ കുറച്ച് മ്യൂസിയം, അതേപോലെ ക്ലോക്ക് ടവർ, പോസ്റ്റ് ഓഫീസ്, ടെമ്പിൾ, അങ്ങനെ കുറച്ച് ഏരിയസ് വിക്ടോറിയയിൽ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വിക്ടോറിയയിൽ നിന്ന് വലത്തോട്ട് റൈറ്റാണ് എയർപോർട്ട്, ലെഫ്റ്റ് കുറച്ച് ബീച്ച് ഏരിയ ആണ്. നമുക്ക് സമയം നോക്കാം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് പോയിട്ട് കുറച്ച് ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ട് റൈറ്റിലേക്ക് വരാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ നമുക്ക് വിക്ടോറിയയിൽ നിന്ന് റൈറ്റ് പോകാം. എയർപോർട്ടിൻ്റെ പക്ഷെ അപ്പുറത്ത് കുറച്ചും കൂടി ബീച്ച് ഏരിയകളുണ്ട്. അല്ലെങ്കിൽ ഈ മാപ്പ് പറഞ്ഞതാണ് കേട്ടോ, അല്ലാണ്ട് ഞാനിവിടെ ജനിച്ചു പറഞ്ഞ നടന്നില്ല. അപ്പോൾ ഈ മാപ്പ് പറഞ്ഞതാണ്. അപ്പോൾ അവിടെയും കുറച്ച് ബീച്ച് ഏരിയകളുണ്ട്. ആ ബീച്ച് ഏരിയയിൽ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് ദൂരത്തിലേക്കൊക്കെ പോയി അടിപൊളി ബീച്ചുകളുണ്ട്. നമ്മുടെ ഈ ഫോട്ടോസിലൊക്കെ ഷെസൽസ് നടിച്ച് കഴിഞ്ഞാൽ കാണുന്ന ബീച്ചുകളിലേക്കൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകണം. അതായത് ഒരു ഏകദേശം ഒരു സൗത്ത് പാർട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ പോകണം നമ്മളെങ്കിൽ നമുക്ക് അടിപൊളി ബീച്ചുകളൊക്കെ കിട്ടും. വിക്ടോറിയ അത്ര നല്ല ബീച്ചുകളില്ല. വിക്ടോറിയയിൽ ഞാൻ വരുമ്പോൾ ശ്രദ്ധിച്ചു, അത്രയ്ക്ക് അങ്ങനെ നല്ലൊരു ബീച്ചുകളില്ല. കാണണമെങ്കിൽ നമുക്ക് വേറെ ഐലൻഡ് പരാസിനിലൊക്കെ നമുക്ക് പോകണം. അപ്പോൾ അതിനുള്ള സമയമില്ല. നമുക്ക് നോക്കാം. ഞാൻ വാചകടിച്ച് വെറുപ്പിക്കുന്നില്ല. അടുത്ത സ്ഥലത്തേക്ക് മാക്സിമം നമുക്ക് പെട്ടെന്ന് പോകാം. സോ നെക്സ്റ്റ് വിക്ടോറിയ. ഓക്കെ.